ഹായ് ഗായ്സ്. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ USA മാച്ച്. ശ്രീശാന്തിന് ശേഷം നമ്മുടെ സഞ്ജു സാംസൺ ഇന്ന് കളിക്കാനിറങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. സ്ലോ പിച്ചാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രൈ ചെയ്തിരുന്നു ഓൾറെഡി രണ്ട് മാച്ചിൽ ശിവൻ ദുബെ ട്രൈ ചെയ്തായിരുന്നു. ശിവൻ ദുബെ ആൻഡ് സൂര്യകുമാർ ഈ രണ്ട് സ്പേസിലാണ് ഈ മാച്ചിന് ഇപ്പോൾ ഒരു സാധ്യത ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ജയ്സ്വാളും സഞ്ജു സാംസണും ടീമിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ ജയ്സ്വാൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് ജയ്സ്വാൾ വരണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൂര്യകുമാറിനെ മാറേണ്ടി വരും. ദുബെ മാറ്റാനുള്ള സാധ്യത സഞ്ജു സാംസണിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ട് മാച്ച് ട്രൈ ചെയ്തു. അപ്പോൾ സഞ്ജു സാംസണുള്ള അവിടെയുള്ള ഒരു ഡിഫിക്കൽട്ടി പറഞ്ഞാൽ ഇന്ത്യ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ബാറ്റിംഗ് ഓർഡർ ഫോളോ ചെയ്യണം. കാരണം 4 ലെഫ്റ്റ് ഹാൻഡേഴ്സും 4 റൈറ്റ് ഹാൻഡേഴ്സും. ഇപ്പോൾ നമ്മൾ ഒരു ലെഫ്റ്റ് ഹാൻഡർ കൊണ്ടുവരണമെങ്കിൽ ജയ്സ്വാളിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ലെഫ്റ്റ് ഹാൻഡർ അവിടെ നിന്ന് മാറണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദുബേനെ മാറ്റിയിട്ട് സഞ്ജുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ആ കോമ്പിനേഷൻ തെറ്റും. അതായത് 5 റൈറ്റ് ഹാൻഡേഴ്സും 3 ലെഫ്റ്റ് ഹാൻഡേഴ്സും എന്നുള്ള ലെവലിലേക്കാവും 8 പേര്. അപ്പോൾ ഭയങ്കര ബാറ്റിംഗ് ഓർഡറിൽ അത് കൊളാപ്സ് ആക്കാം. അപ്പോഴാണ് ഈ 2 പേരെ മാറ്റുമ്പോഴതാണ്. കാരണം ജയ്സ്വാളിനെ കൊണ്ടുവരാം, ഒരു റൈറ്റ് ഹാൻഡർ, അത് സൂര്യകുമാറിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇപ്പോൾ സഞ്ജുവിനുള്ള സ്പേസ് ഉണ്ട് ദുബൈക്കിൻ്റെ സ്പേസിൽ. കാരണം ദുബൈക്ക് പറ്റിയ പിച്ചല്ല ഇപ്പോൾ. ദുബൈക്ക് കുറച്ചുകൂടെ സ്പീഡ് പിച്ചുകളാണ് ബെറ്ററായിട്ട് കളിക്കാൻ പറ്റുക. കാരണം ബാറ്റിലേക്ക് വരുന്ന നല്ല തരം പിച്ചുകളാണ് ദുബൈക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്. ഇത് ഇത്തിരി സ്ലോ പിച്ചാണ്. കുറച്ചുകൂടെ സിംഗിൾ എടുത്ത് ആ ഒരു ടൈപ്പ് മാച്ച്, അല്ലെങ്കിൽ 4കൾ അടിച്ച് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളിച്ച് സിംഗിൾ അടിച്ച് അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് മാച്ച് പിച്ചാണ് ഇത്. ദുബൈക്ക് 6 അടിയാണ് മെയിൻ ഹോബി. ഇത് അങ്ങനെ പറ്റിയ പിച്ചല്ല. പ്രത്യേകിച്ച് മേ ബി നമുക്ക് പ്ലേ ഓഫിലേക്ക് പോകാമെന്ന സമയത്ത് ചിലപ്പോൾ യൂസ്ഫുൾ ആകുമായിരിക്കാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് ന്യൂയോർക്കിലുള്ള പിച്ച് പറഞ്ഞാൽ സ്ലോ പിച്ചുകളാണ്. അത് ഭയങ്കര സിംഗിൾ അടിച്ച്, അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ഇന്നിങ്സ് സ്റ്റഡി ചെയ്ത് കളിക്കുന്ന ടൈപ്പ് പോലത്തെ ഒരു ഇന്നിങ്സാണ്. അപ്പോൾ സഞ്ജു സാംസൺ ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് സഞ്ജു ഭയങ്കരമായിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കളിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ സഞ്ജുവിനെ മിഡിൽ ഓർഡറിൽ സഞ്ജുവിനെ കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സഞ്ജു മേ ബി ഒരു 30-40 റൺസൊക്കെ സ്കോർ ചെയ്യാനുള്ള ഈസി ആയിട്ട്, അതായത് ഏത് സിറ്റുവേഷൻ വന്നാലും സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആളാണ് സഞ്ജു. ഇപ്പോൾ ബിഗ് ഹിറ്റേഴ്സിന് ഇപ്പം സ്ക്വാഡിലേക്ക് ആവശ്യമില്ല. കാരണം ദുബൈ ഇപ്പോൾ ബിഗ് ഹിറ്ററാണ്. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ ബിഗ് ഹിറ്ററിന് റോളുള്ളതല്ല, ഇന്നിങ്സ് ബിൽഡിംഗ് മൈൻഡ് സെറ്റുള്ള വ്യക്തികളെയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ സഞ്ജു സാംസണെയാണ് ഇപ്പോൾ ചോയ്സ് കൂടുതൽ. അപ്പോൾ സഞ്ജു ഇന്ന് ദുബൈക്ക് പകരം ടീമിലെത്താനുള്ള സാധ്യതകൾ. പിന്നെ USA-ക്കെതിരെയാണ് നമ്മൾ ഓൾറെഡി ഏകദേശം ടീം അടുത്ത സ്റ്റേജിലേക്ക് ഉറപ്പാക്കി കഴിഞ്ഞു. 2 കളി തുടർച്ചയായി ജയിച്ചതുകൊണ്ട് ഇന്ത്യ ഒരു ചാൻസ് വേണമെങ്കിൽ നോക്കാം സഞ്ജു സാംസണിന് വേണ്ടി. സഞ്ജു ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ഇൻ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. സഞ്ജു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കളിക്കും. ഒരു 30-40 റൺസിൻ്റെ ഒക്കെ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്യാൻ ഈവൻ കഴിഞ്ഞ IPL പോലും റിയാൻ പരഗായിട്ട് ഒരുപാട് കളികളിൽ സഞ്ജു സാംസൺ ഇന്നിങ്സ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജുവിന് പറ്റിയ ഐഡിയൽ സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രീശാന്തിന് ശേഷം ഇന്ത്യൻ വേൾഡ് കപ്പ് ടീമിൽ നമ്മുടെ അടുത്ത മലയാളിയായിട്ട് സഞ്ജു സാംസൺ എത്തും. സഞ്ജു നന്നായി സ്കോർ ചെയ്യും. സഞ്ജു ഇത്തവണ വേൾഡ് കപ്പിൽ നന്നായി സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടീമിൽ പ്ലേസ് സിമെൻറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് സഞ്ജു ടീമിൽ ഉണ്ടാകുമോ എന്ന്. എൻ്റെ ഒരു പ്രതീക്ഷയിൽ 100% ഉണ്ടാകും. എന്നെ ദുബൈയെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എത്രത്തോളം ആൾറെഡി 2 കളി ഇന്ത്യ ജയിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു വിന്നിംഗ് 11 അവർ ചേഞ്ച് ചെയ്യുമോ എന്നുള്ളത് ഡൗട്ടാണ്. ബേസിക്കലി ഒരു ക്രിക്കറ്റ് ടീം അവർ വിന്നിംഗ് 11 ചേഞ്ച് ചെയ്യില്ല. തോൽക്കുമ്പോൾ മാത്രമേ ടീം ചേഞ്ച് ചെയ്യുള്ളൂ. ഈവൻ ദോ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും ബാക്ക് ആണെങ്കിൽ പോലും ടീം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു സ്പേസ് മാത്രമേ സഞ്ജുവിൻ്റെ അഗെയിൻസ്റ്റ് ഉള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ സഞ്ജു ഇറ്റ്സ് ഫേവറിങ് സിറ്റുവേഷൻ. കണ്ടീഷൻ സൂപ്പറാണ്. പിന്നെ അവൻ്റെ ഡിസിഷൻ എങ്ങനെ വരും നോക്കാം. പിന്നെ ദുബൈനെ എടുത്തത് ബോളിംഗ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ദുബൈ ബോൾ ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ വരുന്നില്ല. കാരണം ഹാർദിക് പാണ്ഡ്യ ഏറ്റവും നന്നായി ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യക്ക് ഇപ്പോൾ ഓൾറെഡി 6 ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ദുബൈയുടെ ബോളിങ്ങിൻ്റെ ഒരു നീഡ് അവിടെ വരുന്നില്ല. അപ്പോൾ ഒരു പ്യുവർ ബാറ്റ്സ്മാനെ തന്നെ അവിടെ കൺസിഡർ ചെയ്യാം. സഞ്ജു ബെറ്റർ ഓപ്ഷൻ ഇൻ ദ മിഡിൽ ഓർഡർ എന്ന ലെവലിൽ. സഞ്ജു വരുന്ന സമയത്ത് നമുക്ക് ബാറ്റിംഗ് ഓർഡർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, സഞ്ജുവും ജയ്സ്വാളും ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി രോഹിത്തും ജയ്സ്വാളും ഓപ്പൺ ചെയ്യും. വിരാട് കോഹ്ലി 1 ഡൗൺ വരും. 2 ഡൗണിൽ ഋഷഭ് പന്ത് വരും. 4 ഡൗണിൽ 3 ഡൗണിൽ സഞ്ജു വരും. അതായത് 5-ാമനായിട്ട് സഞ്ജു വരും. 6-ാമനായിട്ട് ഹാർദിക് പാണ്ഡ്യ വരും. 7-ാമനായിട്ട് ജഡേജ വരും. 8-ാമനായിട്ട്
അക്ഷർ പട്ടേലും വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 4 ലെഫ്റ്റ് ഹാൻഡേഴ്സും 4 റൈറ്റ് ഹാൻഡേഴ്സിനും എന്ന രീതി. ഇനി ജയ്സ്വാൾ വരാനുള്ള സാധ്യത കുറവാണ്. ഈവൻ ജയ്സ്വാളും ഹിറ്റിംഗ് ബാറ്റ്സ്മാനാണ്, ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന ടൈപ്പ് ബാറ്റ്സ്മാൻ അല്ല. പക്ഷേ ജയ്സ്വാളിന് ഒരു സ്പേസ്, അതായത് സഞ്ജുവിന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ ചിലപ്പോൾ ജയ്സ്വാളിനെയും കൂടി കൺസിഡർ ചെയ്യാം. സൂര്യകുമാർ യാദവിനെ പുറത്ത് വിടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് വെയിറ്റ് ചെയ്യാം സഞ്ജു ഇൻസൈഡ് ആണോ അതോ ഔട്ട് സൈഡിൽ തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യം.